മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ വിശ്വാസത്തിൽ വേല ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ വൻകരകളിൽ നിന്നൊക്കെ ആളുകൾ ഇത് വാച്ച് ചെയ്യുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലായി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തീർച്ചയായും ഇനിയുള്ള കുറച്ച് സെഷൻസ് പ്രത്യേകിച്ചും സുവിശേഷ വേലയിൽ, സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നവരെയും അതുപോലെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കുന്നവരെയും ഉദ്ദേശിച്ചുള്ള സെഷൻസാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടുകൂടി ഇരിക്കണമേ, പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമേ എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇത് എല്ലാം വാച്ച് ചെയ്യണം. തുടർന്ന് അധികം സമയം എടുക്കത്തില്ലല്ലോ, 15 മിനിറ്റൊക്കെ ഒരു എപ്പിസോഡുള്ളൂ. എല്ലാ ദിവസവും 9 തൊട്ട് 10 വരെയുള്ള സമയത്തിന് മുമ്പ് ഇത് നമ്മൾ തീർക്കുകയും ചെയ്യും. അതുകൊണ്ട് അതിനുശേഷം നിങ്ങൾ ഏത് സ്ഥലത്താണെങ്കിൽ വിദേശത്തുള്ളവരുടെ കാര്യം ഒഴിച്ച് ഇവിടെയുള്ളവർക്കൊക്കെ അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് കിടക്കാനും ഒക്കെയുള്ള സാവകാശമുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും നന്മകൾ നമുക്ക് തരാനായിട്ട് കാരണമായും തീരും. അതുകൊണ്ട് ഇത് എല്ലാ ദിവസവും നിങ്ങൾ വാച്ച് ചെയ്യണമേ എന്ന് വീണ്ടും അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ ചേർന്ന് ഞങ്ങൾ പ്രെയർ റിക്വസ്റ്റ് പറയുന്നത്, ഓരോ പ്രെയർ റിക്വസ്റ്റുകൾ സ്പെസിഫിക്കായിട്ട് ദൈവം തരുന്ന ഡിസേൺമെൻറ്റ് വെച്ചാണ് പറയുന്നത്. വെറുതെ ഒരു സുപ്രഭാതത്തിലൊന്ന് വിളിച്ചു പറയുന്നതല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അതാരെങ്കിലും അത് ആ നീഡുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവം അവരെ വിടുവിക്കുകയും ചെയ്യും എന്ന് 99% അല്ല 100% ഉറപ്പോടുകൂടി പറയണം. ആ വിശ്വാസത്തിൻ്റെ അളവ് വെച്ച് ദൈവം അവരെ വിടുവിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് വാച്ച് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതിനകത്ത് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇത് റെഗുലറായിട്ട് വരും. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് യേശുക്രിസ്തുവിൻ്റെ മിഷനെ കുറിച്ചാണ്, മിഷൻ ഓഫ് ജീസസ്. ലൂക്കോസ് 4:18-19 വാക്യങ്ങളിൽ നിന്ന് ഡീറ്റെയിൽഡായിട്ട് അതിനെക്കുറിച്ച് കഴിഞ്ഞ 2 എപ്പിസോഡിൽ പറഞ്ഞു. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം. അല്ലെങ്കിൽ അതിനെ വീണ്ടും കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് അത് യൂട്യൂബിൽ അവൈലബിൾ ആണല്ലോ. നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചത് കേൾക്കാവുന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ ദൗത്യം, യേശുക്രിസ്തു ചെയ്തത് എങ്ങനെയാണെന്നും ആ ദൗത്യം നമ്മളെ ഭരമേൽപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ആധാരമായിട്ട് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളെ വായിക്കാം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നരുളി ചെയ്യും. അത് ഒന്നും കൂടി ശ്രദ്ധിച്ച് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ആ വാക്യം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നരുളി ചെയ്യും. ഈ വാക്യം ക്രിസ്തീയ ഗോളത്തിലുള്ള മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിന് ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയും, അല്ലെങ്കിൽ അതിന് മലയാളത്തിൽ പറഞ്ഞാൽ വലിയ ദൗത്യം, അല്ലെങ്കിൽ അധികാരപ്പെടുത്തൽ, അധികാരം, അല്ലെങ്കിൽ ചുമതലപ്പെടുത്തൽ എന്നൊക്കെ പറയാം. നമ്മുടെയൊക്കെ വീട്ടിലെ പിതാവോ മാതാവോ മരിക്കുന്നതിന് മുമ്പ് സാധാരണ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ മരിക്കാൻ കിടന്ന് എല്ലാവരുമൊക്കെ സാധാരണ പ്രായമൊക്കെ ആയിട്ട് മരിക്കുന്നതിൻ്റെ സമയത്ത് എല്ലാവരുമൊക്കെ ബെഡിന് ചുറ്റും കൂടിയൊക്കെ നിൽക്കാറുണ്ട്. എല്ലാവരും കൂടി നിൽക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ സമയം ആയി, അല്ലെങ്കിൽ അവർ മരിക്കുകയാണെങ്കിൽ അവർ എന്തെങ്കിലും കാര്യങ്ങൾ ആ സമയത്ത് പറയും. അത് കേൾക്കാനും കൂടി ആയിരിക്കും ചിലപ്പോൾ നിൽക്കുന്നത്. ചിലർ വെള്ളം ചോദിക്കും, ചിലർ എൻ്റെ ഈ ലോകത്തിലുള്ള പൊസഷനൊക്കെ ഇത് ഇങ്ങനെയൊക്കെയാണ്, എൻ്റെ സ്വത്തുവകകൾ ഇങ്ങനെയാണ്, അത് ഈ രീതി ചെയ്യണം എന്ന് പറയും. ചിലരൊക്കെ നേരത്തെ തന്നെ അതൊക്കെ വിൽപ്പത്രമൊക്കെ എഴുതി വെക്കുന്നവരുണ്ട്. എന്നാൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ അറിയാം, ഈ മരിക്കുന്ന അപ്പനായാലും അമ്മയായാലും, അല്ലെങ്കിൽ വല്യപ്പനായാലും വല്യമ്മയായാലും, അവർ പറയുന്നതെല്ലാം തന്നെ മക്കൾ അനുസരിക്കുന്ന ഒരു സ്വഭാവം സാധാരണ രീതിയിൽ എല്ലായിടും ഉണ്ട്. കാരണം അവസാനത്തെ അന്ത്യാഭിലാഷം എന്നൊക്കെ പറയത്തില്ലേ, ആ അന്ത്യാഭിലാഷം പറയുന്നു. യേശുക്രിസ്തു അവസാനമായി പറഞ്ഞ വാക്ക് നമ്മളോടുകൂടെ ഇതാണ്,
അതിൻ്റേതായിട്ടുള്ള വലിയൊരു പ്രാധാന്യമുണ്ട്. യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞ വാക്കുകളാണ് ഇത്: സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളു. ഇതിലെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, സകല ജാതികളെയും ശിഷ്യരാക്കുക എന്നുള്ള ദൗത്യമാണ്. ഒരു വ്യക്തിയല്ല, അതിനകത്ത് യഹൂദിനെ ശിഷ്യനാക്കാനുമല്ല പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിച്ചാൽ അറിയാം, സകല ജാതികളെയും. അത് യഹൂദിനെ ഒഴിവാക്കി കളഞ്ഞു എന്നതിനകത്ത് പറയുന്നില്ല, സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുക എന്നുള്ള. അതിൽ ക്രിയകൾ ഒരുപാടുണ്ട്. 1 ഗോ, പോകുക. 2 ടീച്ച്, പഠിപ്പിക്കുക. 3 ബാപ്റ്റൈസ്, സ്നാനപ്പെടുത്തുക. 4 ഒബ്സർവ് ഓൾ തിങ്സ്, പറഞ്ഞതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം നിങ്ങൾ ചെയ്യുക. ഇത്രയും ക്രിയകൾ അതിനകത്ത് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അത് ഇതിനെക്കുറിച്ച് ഇനി അടുത്ത 1-2 സെഷനകത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചിന്തിക്കും. അതിനോട് ചേർന്ന് ഡിസൈപ്പിൾഷിപ്പും നമ്മൾ ചിന്തിക്കും. ആദിമകാലത്തെ ശിഷ്യന്മാരുടെ സമയത്ത് ഈ വീണ്ടും ജന്മം പ്രാപിക്കുക എന്നുള്ള പഠിപ്പിക്കലുകളൊക്കെ പിന്നീടാണല്ലോ ഇതെല്ലാം എഴുതി കഴിഞ്ഞ് വന്നത്. എന്നാൽ കർത്താവിൻ്റെ ശിഷ്യന്മാരെ, അവരെ അല്ലെങ്കിൽ വിശ്വാസികളെ ഏർലി ചർച്ചിൽ അറിയപ്പെട്ടത് ബിലീവേഴ്സ് എന്നുള്ള, വിശ്വാസികൾ എന്നുള്ള പേരിലല്ലായിരുന്നു, ഡിസൈപ്പിൾസ് എന്നുള്ള പേരിലാണ്. എന്ന് പറഞ്ഞാൽ ഡിസൈപ്പിൾ എന്ന് പറഞ്ഞാൽ അനുഗമിക്കുക, അല്ലെങ്കിൽ ലീഡർ ചെയ്ത പോലെ ലീഡറിനെ അനുഗമിക്കുന്ന ഒരാൾ, ശിഷ്യനായി പോകുന്ന ഒരാൾ, അയാളെയാണ് ഡിസൈപ്പിൾ എന്ന് പറയുന്നത്. ഈ ഡിസൈപ്പിൾ എന്ന് പറയുന്ന ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വം, അതായിരുന്നു യേശുക്രിസ്തുവിൻ്റെ പ്രധാനമായിട്ടുള്ള പഠിപ്പിക്കലിനകത്ത് വന്നത്. എങ്ങനെയെങ്കിലും കുറേ പേരെ സുവിശേഷം കേട്ടങ്ങ് പോവുക എന്നുള്ളതല്ല യേശു പഠിപ്പിച്ചത്, ശിഷ്യരാക്കുക എന്നുള്ള വലിയ ദൗത്യമായിരുന്നു. അതിനകത്ത് ആദ്യം പറയുന്നത് ഗോ, പോകുക എന്നുള്ളതാണ്. നിങ്ങൾ പോകുക. കാരണം ഒരിടത്തിരിക്കാനല്ല. യേശുക്രിസ്തു ശിഷ്യത്വത്തിനകത്ത് നമുക്ക് മനസ്സിലാവും, ആദ്യം 2 പേരെ വിളിച്ച്, ലീഡേഴ്സായിട്ടുള്ള ശിഷ്യന്മാരെ 2 പേരെ വിളിച്ച് ഈരണ്ടാക്കി അയച്ചതായിട്ട് കാണുന്നു. ഗോ, പോകുക. ഗോ ആൻഡ് മേക്ക് ഡിസൈപ്പിൾ ഓൾ നേഷൻ. ഗോ therefore and teach all nation. സകല ജാതികളെയും സകല രാഷ്ട്രങ്ങളെയും കർത്താവിൻ്റെക്ക് ഡിസൈപ്പിൾഷിപ്പിലേക്ക് നടത്തുക എന്നുള്ള റെസ്പോൺസിബിലിറ്റിയാണ് തന്നിരിക്കുന്നത്. സോ ഗോ ആൻഡ് ടെൽ, ആബ്സല്യൂട്ട് അതോറിറ്റി ഗിവൺ ടു യു. നിങ്ങൾക്ക് പൂർണ്ണ അധികാരം നിങ്ങൾക്ക് തരുന്നു. യോഹന്നാൻ 20:21 വാക്യത്തിൽ യേശു പിന്നെ അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ആസ് ഫാദർ ഹാസ് സെൻറ്റ് മീ ഐ ആൾസോ സെൻറ്റ് യു. ദൈവം യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചതുപോലെ ആ ഉത്തരവാദിത്വവുമായി യേശു ശിഷ്യന്മാരെ അയക്കുന്നതായി അവിടെ പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. അവിടെ കാണുന്നത് നോട്ട് ഓൺലി അതോറിറ്റി ബട്ട് ഓൾസോ പവർ. അതോറിറ്റി മാത്രമല്ല കൊടുക്കുന്നത്, ശക്തിയും കൂടെ കൊടുത്തു. എന്തിനാണ്? ടു വിറ്റ്നസ്, സാക്ഷികളാകുവാനായിട്ടുള്ള വിറ്റ്നസ് ശിഷ്യന്മാർക്ക് കൊടുത്തായിട്ട് കാണുന്നു. നമുക്കറിയാം യേശുക്രിസ്തുവിനെ സകല അതോറിറ്റി ഉണ്ട്. ബൈബിളിലെ പല ഭാഗങ്ങളിലുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോൾ റെഫർ ചെയ്യുന്നില്ല. എല്ലാ അതോറിറ്റി ഉണ്ട്. ഈ ലോകത്തിൽ മാത്രമല്ല, സ്വർലോകത്തിലും അതോറിറ്റി ഉണ്ട്. ഏഞ്ചൽസ്, ആർക്ക് ഏഞ്ചൽസ്, പിശാചിൻ്റെ മേളിലെ സ്പിരിച്വൽ പവേഴ്സ്, പ്രിൻസിപ്പാലിറ്റീസ്, ത്രോൺസ്, സെയിൻസ് ഓഫ് ഗ്ലോറി, ചർച്ച്, എല്ലാത്തിൻ്റെ മേളിലും യേശുവിന് അധികാരമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ അധികാരം മാത്രമല്ല ഞാൻ തരുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും കൂടി തരുന്നു. അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത്, നിങ്ങൾ യെരുശലേമിൽ പോയി
ഈ ശക്തിക്ക് വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം എന്ന് പറയാനുള്ള റീസൺ അതുകൊണ്ടാണ്. യേശു സ്വർഗ്ഗാരോഹണം ചെയ്ത് 10 ഡേയ്സ് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോഴേ പരിശുദ്ധാത്മാവ് വരികയും അവിടെ പ്രവർത്തനം അവിടെ ആരംഭിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. സോ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഡെലിഗേറ്റ് ചെയ്ത് തരുന്നു. യേശുവിൻ്റെ അധികാരം ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് കൊടുക്കുന്ന അധികാരമാണ്. അവരെന്തിനു വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ, ഗോ ടു ദ എൻഡ്സ് ഓഫ് ദി എർത്ത് ആൻഡ് പ്രീച്ച് ഗോസ്പൽ ടു ഓൾ ക്രിയേഷൻ. ഈ 1:8 പറയുന്നത് ഭൂമിയുടെ അറ്റത്തോളം, ടു ദ റിമോട്ടസ്റ്റ് പാർട്ട് ഓഫ് ദി എർത്ത്, ഏറ്റത്തോളം പോയി, അട്ടർമോസ്റ്റ് പാർട്ട് ഓഫ് ദി എർത്ത് പോയി നിങ്ങൾ സുവിശേഷം പറയണം എന്നുള്ളതാണ്. ഗോ ഇൻ ടു ദ വേൾഡ് ആൻഡ് പ്രീച്ച് ഗോസ്പൽ. എന്താണ് ഗോസ്പൽ? ഗോഡ് സ്പെൽ. യേശു, ജീസസ്, യേശു ലോകത്തിൻ്റെ രക്ഷകൻ. യേശുവിൽ കൂടി ലോകത്തിനൊരു വിമോചനമുണ്ട്, ഒരു വിടുതലുണ്ട്. പാപങ്ങളെ അവൻ രക്ഷിക്കും. ദൈവരാജ്യം ലോകത്തിൽ സ്ഥാപിക്കാൻ വന്നു. ഈ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നിങ്ങൾ വരണം എന്നുള്ള പ്രീച്ചിങ്, എന്നുള്ള സുവിശേഷം നിങ്ങൾ പോയി പ്രസംഗിക്കുവാനായിട്ട് അവരെ ഓതറൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗ്രേറ്റ് കമ്മീഷനിൽ കാണുന്നത്. അന്നേരം അത് 2 കാര്യമാണ് പറയുന്നത്: ശിഷ്യരാക്കുക, യേശുവിനെ പ്രസംഗിക്കുക. ഡിസൈപ്പിൾ ഡിമാൻഡ്സ് ഒബീഡിയൻസ് ഇൻ ദ പാർട്ട് ഓഫ് ബിലീവർ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനുസരണം ഉണ്ടെങ്കിൽ മാത്രമേ പോകാനായിട്ട് പറ്റുകയുള്ളൂ. നമ്മൾ ഡിസൈപ്പിൾഷിപ്പിനെ പറ്റി കൂടുതലായിട്ട്, ശിഷ്യത്വത്തെ പറ്റി കൂടുതലായിട്ട് പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയും. അതുകൊണ്ട് അനുസരണം എപ്പോഴും ആവശ്യമാണ്. ദൈവം പറഞ്ഞെങ്കിൽ അതനുസരിക്കണം. അനുസരിച്ചെങ്കിൽ മാത്രമേ അവിടെ ഒരു വലിയ ഗ്രോത്ത് അല്ലെങ്കിൽ വിജയം അല്ലെങ്കിൽ വളർച്ച ഉണ്ടാവുകയുള്ളൂ. നമുക്കറിയാം, ഡിസൊബീഡിയൻറ്റ് ചർച്ച് ഈസ് എ ഡൈയിങ് ചർച്ച്. അനുസരണക്കേട് കാണിക്കുന്ന സഭ ചത്തുകൊണ്ടിരിക്കും, നശിച്ചുകൊണ്ടിരിക്കുന്ന സഭ. കത്തിക്കൊണ്ടിരിക്കുമ്പോഴേ തീ ഉണ്ടായിക്കൊണ്ടിരിക്കും. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഈ തീ കത്തുമ്പോൾ അതിനകത്തോട്ട് ഈ കൊള്ളികൾ വെച്ച് കഴിയുമ്പോൾ അത് വീണ്ടും വീണ്ടും കത്തിക്കൊണ്ടിരിക്കും. ഫയർ എക്സിസ്റ്റ് ബൈ ബേണിങ്. ഫയർ എക്സിസ്റ്റ് ബൈ ബേണിങ്. ചർച്ച് എക്സിസ്റ്റ് ബൈ ഇവാഞ്ചലിസം ആൻഡ് മിഷൻ. സഭയിലെ ആ വളരണമെങ്കിൽ, സഭ ഉണ്ടാവണമെങ്കിൽ ആ ദൗത്യവും ആ ഇവാഞ്ചലിസം എന്ന് വെച്ചാൽ സുവിശേഷ പ്രഘോഷണവും ഇല്ലാത്തടത്ത് സഭ വളരുകയില്ല. സഭ വളരാനായിട്ട് അത് ഏറ്റവും ആവശ്യമാണ്. ഇന്ന് വെസ്റ്റേൺ കൺട്രികളിലെ, പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രികളിലെ, പണ്ട് അവരൊക്കെ ആയിരുന്നു മിഷണറീസിനെ ഇന്ത്യയിലേക്കും ആഫ്രിക്കയിലേക്കും ഒക്കെ അയച്ചുകൊണ്ടിരുന്നത്. ആ കൺട്രികളിലൊക്കെ സഭ ചത്തുകൊണ്ടിരിക്കുകയാണ്. ചർച്ചസൊക്കെ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ മാസത്തിൽ നല്ലൊരു വീഡിയോ കണ്ടു. ഒരു സ്ഥലത്ത് ആ ചർച്ച് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ ആക്കിക്കൊണ്ട് ഫുഡും, ഒരു സൈഡിൽ ഫുഡ്, വേറെ സൈഡിൽ ഔട്ട്സൈഡ് ഇന്ത്യ ആണല്ലോ, അവിടെ ഈ പറഞ്ഞ പോലെ മദ്യവും എല്ലാം ചർച്ചിലെത്താതെ ആ ചർച്ച് ബിൽഡിങ്ങിനകത്ത് വിൽക്കുന്ന ഒരു കാര്യം കണ്ടു. അന്നേരം എന്താ അത് പറയാനുള്ള കാര്യം? പണ്ട് അവരൊക്കെ ആയിരുന്നു മിഷണറിമാരെ അയച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ഇവാഞ്ചലിസവും മിഷനും തീർന്നുകൂടി ചർച്ചിൻ്റെ ഗ്രോത്ത് അവിടെ മുഴുവനായിട്ട് ഇല്ലാതെയായിപ്പോയി. അടുത്ത തലമുറ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് വരാത്തിടത്തോളം കാലം അവിടെ തന്നെ അതില്ലാതെയായി ചത്തുപോകുന്ന ഒരവസ്ഥയാണ് വരുന്നത്. നോ ഇവാഞ്ചലിസം, ഡിസൈപ്പിൾഷിപ്പ് ഓർ മിഷൻ, ദ ചർച്ച് വിൽ ഡൈ. ചർച്ച് ഇല്ലാതെയായി പോകും. സോ ഇവാഞ്ചലിസം ഈസ് വൺ ഓഫ് ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ചർച്ച്. ചർച്ചിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ് സുവിശേഷം അറിയിക്കുക എന്ന് പറയുന്നത്. സുവിശേഷം അറിയിക്കാതെ ശിഷ്യന്മാരുണ്ടാകില്ല. ശിഷ്യന്മാർ വരണമെന്നുണ്ടെങ്കിൽ ലീഡർ അല്ലെങ്കിൽ ആരാണ് അതിൻ്റെ റെസ്പോൺസിബിളായിട്ടുള്ള വ്യക്തി അടുത്ത ജനറേഷനെ കൊണ്ടുവരണം, ശിഷ്യന്മാരെ കൊണ്ടുവരണം. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ചർച്ച് തന്നെ പൂട്ടിപ്പോകുന്ന ഒരു അനുഭവമാണുള്ളത്. ഇന്ന് കേരളത്തിലെയും സ്ഥിതി മിക്കവാറും ഒക്കെ അന്ന് AD 52 സുവിശേഷം ഇവിടെ വന്നു എന്ന് വിശ്വസിക്കുന്നു. തോമസ് ശ്ലീഹ ഇവിടെ കൊണ്ടുവന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുപാട് പാരമ്പര്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഒരുപാട് പുരോഗതിയും വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴേ ആ യൂറോപ്യൻ കൺട്രികളെ പോലെ ഇവിടെ എല്ലാം യൂത്ത് എന്ന് പറഞ്ഞ യുവജനങ്ങൾ ഇന്ന് സഭകളിൽ പറയുന്ന സഭകൾ കുറഞ്ഞു വരികയാണ്. നമുക്കറിയാം, ഇവിടെയൊക്കെ ജോലിയില്ല,
ജോലിയുടെ ആവശ്യമനുസരിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യമനുസരിച്ചോ വിദേശത്തും പഠിക്കാനും ഒക്കെ പോയിട്ട് ഇവിടെ പ്രായമുള്ളവരെ കൊണ്ട് മാത്രം നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഇന്ന് പല സഭകളിലുമുണ്ട്. എല്ലാ ഏതൊക്കെ സഭകൾ എടുത്താലും എന്ന് പറയുന്ന ഡിനോമിനേഷൻസിനകത്തും അതുപോലെ ലോക്കൽ ചർച്ചസിനകത്തും ഒക്കെ ഇന്ന് ഒരുപാട് എണ്ണം കുറഞ്ഞു വരികയാണ്. അന്നേരം ഈ യൂറോപ്പിൻ്റെ അതേ സ്ഥിതി കുറേ കഴിയുമ്പം ഈ സഭകളിലും ഇവിടെ എല്ലാം ഉണ്ടാവും. അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ ഡിസൈപ്പിൾഷിപ്പ് പ്രോസസ്സ്, ഈ യേശുക്രിസ്തു പറഞ്ഞ ഈ വലിയ ദൗത്യത്തിൻ്റെ കാര്യം നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിക്കണം. നേരത്തെ പറഞ്ഞു, മരിക്കാൻ കിടക്കുമ്പം പറയുന്നത് അനുസരിക്കുന്നു പറഞ്ഞല്ലോ. വി ഷുഡ് ഹാവ് ദി ഒബീഡിയൻസ്. നമ്മൾ അനുസരിക്കണം. അയാൾ മരിച്ചുപോയി, അയാൾ പോയി, ഇനി നമ്മുടെ കാര്യമാവട്ടെ എന്നുള്ള ചിന്തയല്ല. നമ്മൾ അവസാനം യേശു പറഞ്ഞത് ആ ദൗത്യം കമാൻഡ് നമ്മൾ അനുസരിക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? സുവിശേഷം അറിയിക്കാനായിട്ട് ശിഷ്യരാക്കാനുള്ള വലിയ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണം. എൻ്റെ ഇന്നത്തേക്കുള്ള സമയം ഇവിടെ തീരുകയാണ്. നമ്മൾ തുടർന്നും ഇതിനെക്കുറിച്ച് ചിന്തിക്കും. ഈ ഗ്രേറ്റ് കമ്മീഷനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതുമായിട്ട് ചേർന്ന് നമ്മൾ ശിഷ്യത്വത്തെക്കുറിച്ചും ഒക്കെ പറയാമല്ലോ. ഇവിടെ നിങ്ങൾ വാച്ച്ഫുള്ളായിട്ടിരിക്കണം ഓരോ ദിവസവും. ഞാൻ ഇന്ന് പറഞ്ഞ ഒരേ ഒരു കാര്യം, ഗ്രേറ്റ് കമ്മീഷൻ കർത്താവ് നമുക്ക് തന്നത് പോയി സുവിശേഷം അറിയിക്കാനായിട്ട് കർത്താവ് നമ്മളോട് പറഞ്ഞു. ശക്തി ലഭിക്കണം. ഇറ്റ്സ് എ ഡെലിഗേറ്റിംഗ് പവർ. സ്വർഗത്തിലെയും ഭൂമിയുടെയും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടത് ഞാൻ നിങ്ങൾക്ക് ഡെലിഗേറ്റ് ചെയ്യുന്നു. നിങ്ങൾ പോയി സുവിശേഷം പറയുക. സകല ക്രീച്ചേഴ്സ്, എല്ലാ ക്രിയേഷനോടും സുവിശേഷം പറയുക. ശക്തി പ്രാപിച്ചുകൊണ്ട് പറയുക. അപ്പോഴെന്താ സംഭവിക്കുന്നത്? അവരെല്ലാം കർത്താവിനെ അറിഞ്ഞ് ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് വരും. അതിന് കൂടെ അവസാനം ഒരു പ്രോമിസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോക അവസാനത്തോളം, എല്ലാ നാളും, ലോക അവസാനത്തോളം നിങ്ങളുടെ ഉണ്ടെന്നുള്ളത്, എല്ലാ നാളും. ആ വേർഡൊക്കെ എന്ത് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. തീർച്ചയായും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോഴേ, പ്രത്യേകിച്ച് നിങ്ങൾ ഏത് എയിൽമെൻറ്റ്സ് ആയാലും ദൈവം അതിൽ നിങ്ങളെ സൗഖ്യമാക്കും. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ചും നിങ്ങളുടെ വലത്ത് കൈ ഏത് അവയവത്തിലാണ് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടെന്ന് വെച്ചാൽ അവിടെ കൈ തൊട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം വലിയൊരു വിടുതലും അനുഗ്രഹവും തരും. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ രാത്രിക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ദൈവവചനത്തിൽ നിന്ന് കേൾക്കുവാനായിട്ട് നീ കൃപയൊരുക്കി ഓർത്ത് സ്തോത്രം. ഗ്രേറ്റ് കമ്മീഷൻ കർത്താവേ, നീ വലിയ ദൗത്യത്തെക്കുറിച്ച് അതിൻ്റെ മുഖവരെക്കുറിച്ച് മാത്രമേ ഞങ്ങൾ ചിന്തിച്ചുള്ളൂ. ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ അത് ചിന്തിക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ, ബലപ്പെടുത്തണമേ. കർത്താവേ, നീ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കമ്മീഷൻ അനുസരിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതനുസരിച്ച് ചെയ്യുവാനായിട്ട് കർത്താവെ സഹായിക്കണം. ഈ എപ്പിസോഡുകൾ, ഈ സീരീസ് കർത്താവെ, വിശ്വാസത്തിൽ വേല ചെയ്യുക എന്നുള്ള എപ്പിസോഡിൻ്റെ സീരീസ് തീരുമ്പോഴേ ഞങ്ങളൊരു തീരുമാനം എടുക്കാൻ, കർത്താവിന് വേണ്ടി വേല ചെയ്യും എന്നുള്ളൊരു തീരുമാനം എടുക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ ഞങ്ങൾ പ്രത്യേകിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലെ ചില പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നവരുണ്ട്. കർത്താവെ, കാഴ്ചശക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങൾ കർത്താവ് കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണിൻ്റെ കർത്താവെ ഞരമ്പുകൾ കർത്താവെ രക്തോട്ടം ഇല്ലാതിരിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ കണ്ണിൻ്റെ വേദനയിലോ കർത്താവെ പ്രയാസപ്പെടുന്ന ചില വ്യക്തിത്വങ്ങളെ ഇന്ന് രാത്രികാലം യേശു സൗഖ്യമാക്കുന്നു. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് ഇന്ന് പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് സൗഖ്യമാക്കും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ, നിൻ്റെ വലിയ വിടുതൽ നയിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ഹാർട്ടുമായിട്ടുള്ള എയിൽമെൻറ്റ്സിന് യേശുവിൻ്റെ നാമത്തിലെ പൂർണ്ണ സൗഖ്യം നീ ഇന്ന് കൽപ്പിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രികാലം കർത്താവെ ഉറങ്ങാൻ പറ്റാതെ വിഷമതയിൽ കർത്താവെ നിരാശയിലിരിക്കുന്നവരെ, രാത്രിയിൽ ഉറക്കമില്ലാതെ ഇരിക്കുന്ന ചില വ്യക്തിത്വങ്ങളെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ, അവർക്ക് വേണ്ടതായിട്ടുള്ള സമാധാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രിയിലെ ഞെട്ടി എഴുന്നേറ്റ് കർത്താവ് ഉറക്കമില്ലാതെ ഇരിക്കുന്ന അവസ്ഥയിൽ കർത്താവ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സകല ആശ്വാസം അവരുടെ ഹൃദയങ്ങളിലേക്ക് വരികയും ദൈവം വലിയ സൗഖ്യവും വിടുതലും
വിടുതലും അവരുടെ ജീവിതങ്ങളിൽ അയക്കുകയും ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. ഇന്ന് രാത്രികാലം അവരുടെ മേലെ നിൻ്റെ കൃപ ആവസിക്കട്ടെ, നിൻ്റെ ശക്തി ആവസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെല്ലാം അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടവർക്കായിട്ടെല്ലാം നന്ദി. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗുഡ് നൈറ്റ്.